കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ MCOM വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് 2 എന്ന് പറയുന്ന പേപ്പറിൽ കഴിഞ്ഞ 2025 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് ബിയിൽ വരുന്ന പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. പാർട്ട് ബിയിൽ 8ാമതായി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ എ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏൺഡ് ആൻ ഇൻകം ഓഫ് ₹3 lakh ഫ്രം പ്രോപ്പർട്ടി ഹെൽഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ് ആൻഡ് ₹3 lakh ഫ്രം വളണ്ടറി കോൺട്രിബ്യൂഷൻസ്. ദി ട്രസ്റ്റ് യൂട്ടിലൈസ്ഡ് ദി എമൗണ്ട് ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ ഈസ് ആസ് ഫോളോസ്. Spend for charitable purpose in India 2 lakh, spend for charitable purpose outside India 30,000, repaid the loan taken for contributions of building for charitable purpose 3 lakh. കമ്പ്യൂട്ട് ദി ടാക്സബിൾ ഇൻകം ഓഫ് ദി ട്രസ്റ്റ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ട്രസ്റ്റിൻ്റെ ടാക്സബിൾ ഇൻകം ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ഓഫ് ട്രസ്റ്റ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഇൻകംസ് ഏതൊക്കെയാണ്? പ്രോപ്പർട്ടി ഇൻകം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് 3 lakh തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വളണ്ടറി കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് നമുക്ക് 3 lakh തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര വരുന്നുണ്ട്? 6 lakh ആണ് ടോട്ടൽ നമുക്ക് ഇൻകം വരുന്നത്. ഇനി ട്രസ്റ്റിൻ്റെ കേസിലെല്ലാം നിങ്ങൾ ഓർമ്മിക്കേണ്ടത് 15% സെറ്റ് അപ്പാർട്ട് ഫോർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഇൻകത്തിൽ നിന്ന് ലെസ് നമ്മൾ ചെയ്യണം. ഓക്കെ, അതായത് 6 lakhൻ്റെ 15% കാണുന്നു, അതായത് 90,000 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഇന്ത്യയിൽ ചാരിറ്റബിൾ പേർപ്പസിന് നമ്മൾ ചിലവാക്കുന്ന എമൗണ്ട് എത്രയാണ്? 2 lakh ആണ്. ആ ഒരു എമൗണ്ടിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ഇനി റീപേയ്മെൻറ്റ് ഓഫ് ലോൺ, അതായത് ലോൺ എടുക്കുന്നത് ഈ ഒരു ബിൽഡിംഗ് ചാരിറ്റബിൾ പേർപ്പസിൻ്റെ ബിൽഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ലോൺ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ടിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ഇനി ഇവിടെ സ്പെൻഡ് ഫോർ എന്താണ്? ചാരിറ്റബിൾ പേർപ്പസ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഐറ്റം തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു എമൗണ്ടിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടുകയില്ല. ഇന്ത്യക്ക് പുറത്തായതുകൊണ്ട് തന്നെ ഔട്ട്സൈഡ് ഇന്ത്യക്ക് നമുക്ക് ഡിഡക്ഷൻ കിട്ടുകയില്ല. ഇനി ഇന്ത്യ എന്നുള്ളതിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ? ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 6 lakhൽ നിന്നും 90,000, 2 lakh, അതേപോലെ 3 lakh കുറക്കുന്നു. അപ്പോൾ നമുക്ക് ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് എത്ര കിട്ടും? 10,000 എന്ന് ടാക്സബിൾ ഇൻകത്തിൻ്റെ എമൗണ്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുള്ള 12ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സ്വീഗൽ ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഈസ് എ ഡൊമസ്റ്റിക് കമ്പനി ഇൻ വിച്ച് പബ്ലിക് ആർ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ്. ദി ഫോളോയിങ് ആർ ദി പെർട്ടിക്കുലേഴ്സ് ഓഫ് ഇൻകം ഇൻ റെസ്പെക്ട് ഓഫ് പ്രീവിയസ് ഇയർ. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2022-23 ആണ്. നമ്മളിപ്പോൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2025-26 എന്നുള്ള നിലക്കാണ് ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് 20,000, ഇൻകം ഫ്രം ബിസിനസ് 4,90,000, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 15,000, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 33,000, ഡിവിഡൻഡ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി 20,000, ബുക്ക് പ്രോഫിറ്റ് അണ്ടർ സെക്ഷൻ 115 JB 9 lakh. കമ്പ്യൂട്ട് കമ്പനീസ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾ ആദ്യം ടോട്ടൽ ഇൻകം, കമ്പനിയുടെ ടോട്ടൽ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ ബിസിനസ് ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ ബിസിനസ് ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറഞ്ഞിട്ട് 4,90,000 തന്നിട്ടുണ്ട്. അപ്പോൾ 4,90,000 ആണ് ബിസിനസ് ഇൻകം. ഇനി ക്യാപിറ്റൽ ഗെയിനിൽ ഷോർട്ട് ടേമും ലോങ് ടേമും, ഷോർട്ട് ടേം 15,000, ലോങ് ടേം 33,000 തന്നിട്ടുണ്ട്. ടോട്ടൽ ഇത് കഴിഞ്ഞാൽ 48,000 എന്ന് കിട്ടും ക്യാപിറ്റൽ ഗെയിൻ. ഇനി ഇൻകം ഫ്രം അതർ സോഴ്സ്, ഡിവിഡൻഡ് ഫ്രം കമ്പനി ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റി 20,000, ടോട്ടൽ ഇത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 40,000 എന്ന് കിട്ടും. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നു? ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 5,78,000 എന്ന് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും നമ്മൾ ഡിഡക്ഷൻസിനെ മൈനസ് ചെയ്യണം. ഇവിടെ ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ടോട്ടൽ ഇൻകം എന്ത് തന്നെയാണ്? ഇവിടെ 5,78,000 തന്നെയാണ്. ഇനി നമ്മൾ ടാക്സ് കാൽക്കുലേഷൻ നടക്കുന്നു. ടാക്സ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വന്നിട്ടുണ്ട്. ലോങ് ടേം ഗെയിനിന് സെപ്പറേറ്റ് ടാക്സ് റേറ്റ് ആണ്. 20% ആയിരുന്നു ടാക്സ് റേറ്റ്. ഇപ്പോൾ പുതിയത് റിവൈസ് ചെയ്തിട്ടുണ്ട്. 12.5 ആണ് റിവൈസ് ചെയ്തിട്ടുള്ള ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. ഞാനിവിടെ വർക്കൗട്ട് ചെയ്ത ഓൾഡ് റേറ്റ് ആണ് 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ വീഡിയോ ചെയ്യുമ്പോൾ ഈ ഒരു റേറ്റ് മാറിയിട്ടുണ്ട്. 12%, 12.5%. നേരത്തെ നിങ്ങൾ പഠിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നേരത്തെയുള്ള റേറ്റ് വെച്ച് ചെയ്താൽ മതി. 20% വെച്ചുകൊണ്ട് ചെയ്താൽ മതി. ഓക്കെ, അതായത് 33,000 at 20% ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതിൻ്റെ 20% കണ്ടു കഴിഞ്ഞാൽ 6,000
36,600 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ബാലൻസ്, അതായത് 5,78,000 നിന്ന് 33,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 5,45,000 എന്ന് ബാലൻസ് കിട്ടും. അതിൻ്റെ 25%, കമ്പനിയുടെ കേസിൽ 25% ആണ് ഡൊമസ്റ്റിക് കമ്പനിയുടെ ടാക്സ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് അതിൻ്റെ 25% ആണെന്ന് 1,36,250 എന്ന് കിട്ടും. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടും ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ ചെയ്താൽ 1,42,850 എന്ന് കിട്ടും. സർചാർജ് ഇല്ല. നമ്മുടെ ഇൻകം സർചാർജിൻ്റെ ഇൻകം എക്സീഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവിടെ എന്തില്ല, സർചാർജ് ഇല്ല. അപ്പോൾ ഇവിടെ 1,42,850 എന്നുള്ളത് നമ്മൾ എടുത്ത് ചെയ്യുന്നു. ആഡ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% ആഡ് ചെയ്യുന്നു. 5,714 എന്ന് കിട്ടും. അതായത് 1,42,850യുടെ 4% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 1,48,564 എന്ന് നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ടാക്സ് ലാബിലിറ്റി കിട്ടും. ഓക്കെ, അതായത് നോർമൽ റേറ്റിൽ ടാക്സ് വാല്യൂ കിട്ടും. ഇനി ഇവിടെ നമ്മൾ ബുക്ക് പ്രോഫിറ്റിൻ്റെ ടാക്സ് കൂടെ കാണണം. ടാക്സ് ഓൺ ബുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബുക്ക് പ്രോഫിറ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് എത്രയാണ്, 9 lakh ആണ്. 9 lakhൻ്റെ എത്ര റേറ്റ് ആണ്, 15% ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1,35,000 എന്ന് കിട്ടും. ഇതിൻ്റെ കൂടെ സർചാർജ് ആഡ് ചെയ്യുക. സർചാർജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ, അതായത് ഇൻകം ലിമിറ്റ് എക്സീഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ 1,35,000 തന്നെ കിട്ടും. അതിൻ്റെ കൂടെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% ആഡ് ചെയ്യുന്നു. അതായത് 1,35,000 ഇൻറ്റു 4/100 കണ്ടു കഴിഞ്ഞാൽ 5,400, ദാറ്റ് ഈസ് 1,40,400 എന്ന് നമുക്ക് ടോട്ടൽ എന്ത് കിട്ടും, ടാക്സ് കിട്ടും. അപ്പോൾ ഇവിടെ ടാക്സ് ലാബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ റേറ്റ് കണ്ട 1,48,564 ഇപ്പോൾ ബുക്ക് പ്രോഫിറ്റിൻ്റെ ടാക്സ് കണ്ട 1,40,400 തമ്മിൽ കമ്പയർ ചെയ്യുന്നത് വിച്ച് എവർ ഈസ് മോർ ആണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. അതായത് 1,48,560 എന്ന് കിട്ടും. അതായത് 1,48,564 റൗണ്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടത് എത്രയാണ്, അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് നോർമൽ ടാക്സ്, അതേപോലെ തന്നെ നമ്മുടെ എന്താണ് ബുക്ക് പ്രോഫിറ്റിൻ്റെ ടാക്സും കണ്ടതിന് ശേഷം ഏതാണ് കൂടുതൽ വരുന്നത് അതാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ 1,48,560 എന്ന് ടാക്സ് ലാബിലിറ്റി കിട്ടും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. DB കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാഡ് ദി ഫോളോയിങ് ഇൻകംസ് ഡ്യൂറിംഗ് ദി ഇയർ എൻഡ് 31st March 2023. ഇൻകം ഫ്രം കോളേജ് ക്യാൻറ്റീൻ 20,000, ഇൻകം ഫ്രം മെർക്കൻഡൈസ് ബിസിനസ് 55,000, ഇൻകം ഫ്രം ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഗിവൺ ടു മെമ്പേഴ്സ് 9,000, ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് 25,000, ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് 10,000, ടാക്സബിൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 12,000, ഡിവിഡൻഡ് ഓൺ ഷെയർസ് ഹെൽഡ് ഇൻ അനദർ കോപ്പറേറ്റീവ് സൊസൈറ്റി 5,000. Compute the gross total income and the total income of the society for the year 2023-24 എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രോസ് ടോട്ടൽ ഇൻകം ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇൻകം ഫ്രം HP എന്താണ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി തന്നത് 12,000 ആണ്. ഇൻകം ഫ്രം ബിസിനസ്സിൽ വരുന്നത് കോളേജ് ക്യാൻറ്റീൻ, ഇൻകം ഫ്രം കോളേജ് ക്യാൻറ്റീൻ 20,000, മെർക്കൻഡൈസ് 50,000, ഇൻകം ഫ്രം മെർക്കൻഡൈസ് 55,000, ഇൻകം ഫ്രം ക്രെഡിറ്റ് ഫെസിലിറ്റി 9,000. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 84,000 ഇൻകം ഫ്രം ബിസിനസ് നമുക്ക് കിട്ടും. അതിന് ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്ന ഏതൊക്കെയാണ്, ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റി 25,000, ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് 10,000, ഡിവിഡൻഡ് ഓൺ ഷെയർസ് 5,000. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 40,000 എന്ന് ഇതിൻ്റെ ടോട്ടൽ കിട്ടും. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 1,36,000 കിട്ടും. 12,000 പ്ലസ് 84,000 പ്ലസ് 40,000 1,36,000. ഓക്കെ, ഇനി ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നമ്മൾ ഡിഡക്ഷൻസ് മൈനസ് ചെയ്യണം. ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80P ആണ് ഇവിടെ വരുന്നത്. 80P അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിൽ പ്രത്യേകമായിട്ട് വരുന്ന ഡിഡക്ഷൻ ആണ് 80P എന്ന് പറയുന്നത്. ക്രെഡിറ്റ് ഫെസിലിറ്റി എന്താണ്, ഇൻകം ഫ്രം ക്രെഡിറ്റ് ഫെസിലിറ്റി ഡിഡക്ഷൻ കിട്ടും 9,000. ഇൻകം ഫ്രം അതർ ബിസിനസ്, മൊത്തം മറ്റുള്ള എല്ലാ ബിസിനസ്സിലും കൂടി നമുക്ക് 50,000 ആണ് ഡിഡക്ഷൻ കിട്ടുന്നത്. മറ്റുള്ള ബിസിനസ് എല്ലാം കൂടി 50,000 കിട്ടും. ഇനി കോപ്പറേറ്റീവ് സൊസൈറ്റി, വേറൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നമുക്ക് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് നമുക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടും. ഇവിടെ 5,000 ആണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ ഡിഡക്ഷൻ എത്ര വരുന്നു, 80P പ്രകാരം 64,000 വരുന്നു. അപ്പോൾ 1,36,000 നിന്നും 64,000 നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടും, 72,000 എന്ന് ടോട്ടൽ ഇൻകം കിട്ടും. ഇനി ടോട്ടൽ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് ലാബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ടാക്സ് ലാബിലിറ്റി വരുന്നത് എങ്ങനെയാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിൽ ഫസ്റ്റ് 10,000 10%, അതായത് ഇവിടെ എത്ര വരും, 1,000 വരും. നെക്സ്റ്റ് 10,000 20%, അതായത് 2,000 വരും. ദെൻ ബാലൻസ് എത്രയാണ് ഇവിടെ വരുന്നത്, 50,000 ആണ്. അതായത് ടോട്ടൽ നമ്മുടെ ഇൻകം വരുന്നത് എത്രയാണ്, ടോട്ടൽ ഇൻകം വരുന്നത് ഇവിടെ ടോട്ടൽ ഇൻകം 72,000 ആണ്. അപ്പോൾ 72,000 നമ്മൾ ഓൾറെഡി 20,000 ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തു.
10,000 ഇനി ബാലൻസ് എത്രയും ഉണ്ടാവും 72-ൽ നിന്നും 20,000 കുറച്ചാൽ 52,000 കിട്ടും. അതിന് 30% ടാക്സ് കാണുന്നു. അതായത് അടുത്ത സ്ലാബ് റേറ്റ് എന്ന് പറയുന്നത് ബാലൻസ് എമൗണ്ടിന് എത്ര ടാക്സ് ആണ് വരുന്നത് 30% ആണ്. അതായത് 15,600. 52,000-ന് 30% കണ്ടു കഴിഞ്ഞാൽ 15,600. അപ്പോൾ ടോട്ടൽ നമുക്ക് 18,600 എന്ന് കിട്ടും. ഇതിൻ്റെ കൂടെ നമ്മൾ HEC 4% ആഡ് ചെയ്യുന്നു. 18,600-ൻ്റെ 4% കണ്ട 744 കിട്ടും. അപ്പോൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 19,344 കിട്ടും. ഇതിനെ നമ്മൾ റൗണ്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 19,340 എന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത്, ടാക്സ് ലാബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഇനി ഇവിടെ 13ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടില്ല. 13ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അസസ്മെൻറ്റ് ഫേം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ഒരു ക്ലാസ് കൂടെ വാച്ച് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.